നരേന്ദ്രമോദിയുടെ കേന്ദ്രമന്ത്രിസഭ വൈകാതെ പുനഃസംഘടിപ്പിക്കും എന്ന റിപ്പോർട്ടുകൾ കുറച്ച് ദിവസങ്ങളായി വരുന്നുണ്ട്. മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഇപ്പോൾ ജോർജ് കുര്യനും സുരേഷ് ഗോപിയുമാണ് കേന്ദ്ര മന്ത്രിമാരായി സഹമന്ത്രിമാരായി പ്രവർത്തിക്കുന്നത്. ഇതിൽ ലോക്സഭ എം പിയാണ് സുരേഷ് ഗോപി, ജോർജ് കുര്യൻ രാജ്യസഭ എം പിയാണ്. ഇനി കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടാകുമോ എന്നുള്ള ചർച്ചയിലാണ് ഇപ്പോൾ മാധ്യമങ്ങൾ. 3 പേരുകളാണ് ഇപ്പോൾ പരിഗണനയിൽ ഉള്ളത് എന്ന് ചില വൃത്തങ്ങളിൽ നിന്ന് സൂചനകൾ ലഭിക്കുന്നു. 1 രാജ്യസഭ എം പി സി സദാനന്ദൻ മാസ്റ്റർ, 2 അനൂപ് ആന്റണി, 3 കെ സുരേന്ദ്രൻ. 3 പേർക്കും 3 പേരുടേതായ ചില ഗുണങ്ങളും അതുപോലെ തന്നെ ചില പ്രത്യേകതകളും ഉണ്ട് എന്നത് മറ്റൊരു കാര്യം. പുനഃസംഘടനയ്ക്ക് നരേന്ദ്രമോദി ഒരുങ്ങുമ്പോൾ ഈ 3 പേരിൽ ആരെങ്കിലും ഒരാളെ പരിഗണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നുണ്ട്. രാജ്യസഭാ കാലാവധി പൂർത്തിയാക്കുന്ന ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായി തുടരുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരാനിരിക്കുകയാണ്. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ നേടിയ കേരളത്തിന് കേന്ദ്രത്തിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകാൻ BJP ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് നേരത്തെ വരുന്നത്. സി സദാനന്ദൻ മാസ്റ്റർ, കെ സുരേന്ദ്രൻ, അനൂപ് ആന്റണി, അനിൽ ആന്റണി എന്നിവരുടെ പേരുകൾ BJP നേതൃത്വത്തിന്റെ പരിഗണനയിൽ ഉണ്ട് എന്നാണ് സൂചനകൾ. ഇതിൽ ഈ 3 പേർക്ക് സദാനന്ദൻ മാസ്റ്റർ, അനൂപ് ആന്റണി, കെ സുരേന്ദ്രൻ എന്നിവർക്ക് കൂടുതൽ സാധ്യതയുണ്ട്. നിലവിൽ രാജ്യസഭാംഗമായ സി സദാനന്ദൻ മാസ്റ്റർക്ക് പാർട്ടിക്കായി ത്യാഗം സഹിച്ച മുതിർന്ന നേതാവ് എന്ന പരിഗണനയും കേഡർമാർക്കിടയിലെ വൈകാരിക സ്വാധീനവും അനുകൂല ഘടകങ്ങളാണ്. മുൻ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെയും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കും എന്ന റിപ്പോർട്ടുണ്ട്. ക്രൈസ്തവ വോട്ടുകൾ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞതും കേന്ദ്ര നേതൃത്വവുമായുള്ള നല്ല ബന്ധവും പരിഗണിച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യുവ നേതാവുമായ അനൂപ് ആന്റണിക്കും സാധ്യത കൽപ്പിക്കപ്പെടുന്നു. കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ദേശീയ വക്താവ് അനിൽ ആന്റണിയും പട്ടികയിൽ ഉണ്ട്. ഇവരിൽ ആർക്കാകും നറുക്കു വീഴുക എന്ന ആകാംക്ഷയിലാണ് കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ ഇപ്പോൾ. തീർച്ചയായിട്ടും ഒരു പുനഃസംഘടനയിൽ കേരളത്തിന് അർഹമായ പ്രാധാന്യം BJP കേന്ദ്ര നേതൃത്വം കേരളത്തിന് നൽകും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാകുന്നത്. മാത്രമല്ല, കേരളത്തിൽ ഇനിയിപ്പോൾ കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ വ്യക്തമായിരുന്നു. മാത്രമല്ല, 3 സീറ്റുകൾ കേരള നിയമസഭയിൽ നേടുക എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ്. അത് നേടിയിരിക്കുന്നു. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖരന്റെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ 3-4 പേരിൽ ആരെയാണ് കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യം തീരുമാനിക്കുക. വരികയാണെങ്കിൽ തന്നെ സഹമന്ത്രിസ്ഥാനമായിരിക്കും ലഭിക്കുക. പരിചയക്കുറവുണ്ട്, അല്ലെങ്കിൽ ആദ്യമായി മന്ത്രിയാകുന്നു, അല്ലെങ്കിൽ ആദ്യമായിട്ട് പാർലമെന്ററി ജനാധിപത്യ രംഗത്ത് ചുവട് വെക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും തന്നെ. സഹമന്ത്രിസ്ഥാനമായിരിക്കും കിട്ടുക. കെ സുരേന്ദ്രനാണെങ്കിൽ കൂടി സഹമന്ത്രിസ്ഥാനത്തിനാണ് സാധ്യത. ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിസ്ഥാനം കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേരള BJP ഘടകം വളരെ അനുകൂലമായ നിലപാടാണ് ഇവരുടെ എല്ലാം കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. സി സദാനന്ദൻ മാസ്റ്റർക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എന്ന് BJPയോട് അടുത്ത ഡൽഹിയിലെ ചില വൃത്തങ്ങൾ സൂചന നൽകുന്നു. അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രചാരകമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഇരുകാലുകളും CPM അക്രമികൾ വെട്ടിയെടുത്തതാണ്. അത്തരത്തിൽ ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചാണ് അദ്ദേഹം രാഷ്ട്രീയ പൊതുസേവന രംഗത്ത് പിടിച്ചു നിന്നത്. അതിന് അംഗീകാരമായിട്ടാണ് അദ്ദേഹത്തിന് നോമിനേറ്റഡ് MP ആയിട്ട് രാജ്യസഭ MP സ്ഥാനം നരേന്ദ്രമോദി പ്രത്യേകമായി ഇടപെട്ട് നൽകിയത്. അദ്ദേഹത്തെ തന്നെ കേന്ദ്രമന്ത്രിയായി പരിഗണിക്കും എന്നുള്ള ചില സൂചനകളും റിപ്പോർട്ടുകളും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. കെ സുരേന്ദ്രൻ, അനൂപ് ആന്റണി എന്നിവരുടെ സാധ്യതയും വിദൂരമല്ല. തീർച്ചയായിട്ടും അവരെയും പരിഗണിക്കാം. അനിൽ ആന്റണിയെ പരിഗണിക്കുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് സാധ്യത കുറവാണ് എന്നാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ തന്നെ നടക്കും. കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധി മന്ത്രിയായി ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ജോർജ് കുര്യന്റെ കാലാവധി കഴിയുന്നതോടെ ഇനിയിപ്പോൾ 18-ാം തീയതി രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അദ്ദേഹത്തിന് ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് നിർത്തി രാജ്യസഭാ പദവി വീണ്ടും കൊടുക്കുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ തന്നെ മന്ത്രിയായി തുടരാൻ അനുവദിക്കുമോ തുടങ്ങിയ കാര്യങ്ങളുമുണ്ട്. അതിന് നിയമപരമായ ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ പകരം ഇപ്പോൾ നിലവിൽ രാജ്യസഭാ MP യുടെ കാലാവധിയുള്ള സദാനന്ദൻ മാസ്റ്റർക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത എന്നും പറയപ്പെടുന്നു.